KCN അവതരിപ്പിക്കുന്ന സിറ്റി ഗോൾ ഓണം പരവായി എന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബേബി ക്യാമ്പിലേക്കാണ്. കാസർഗോഡ് തന്നെ കുട്ടികളുടെ ഏറ്റവും അധികം സന്തോഷപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ബേബി ക്യാമ്പ്. ബേബി ക്യാമ്പിലെ ഓണവിശേഷങ്ങൾ അറിയാൻ മാവേലിയും വാമനും നമ്മളും ചെല്ലുന്നു. മാവേലി തമ്പുരാൻ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ബേബി ക്യാമ്പിലുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ഒന്ന് വരൂ. എന്താണ് പേര്? ഫാറൂഖ്. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ബിസിനസ് ഒക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, ഈ കുട്ടികളുടെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്തൊക്കെയാലും നമുക്ക് ഒരു ചെറിയ സമ്മാനങ്ങളൊക്കെ തരണ്ടേ, ഓണസമ്മാനം. അതുകൊണ്ട് തന്നെ ഓണസമ്മാനത്തിനായി ചെറിയ ചോദ്യം ചോദിക്കാം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളൊക്കെ ഉണ്ട്, അതേപോലെ ഒരുപാട് പുഴകളൊക്കെ ഉണ്ട് അല്ലെ? കേരളത്തിലെ ഏറ്റവും ഇവിടെയുള്ള നമ്മുടെ പുഴയുടെ പേര് ചന്ദ്രഗിരി പുഴയാണ്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന 3 പുഴകളുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പുഴയുടെ പേര് പറയാം. നദിയാണ് കേട്ടോ. 3 നദികളിൽ നിന്ന് ഏതെങ്കിലും. പെരിയാർ അല്ല, കിഴക്കോട്ട്. അടുത്ത ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം. കാസർഗോഡ് ജില്ലയിലെ ബേബി ക്യാമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. എല്ലാവരും പരിചയപ്പെട്ട് തന്നെ, എല്ലാവരും പേര് പറയാം, പരിചയപ്പെട്ട് തുടങ്ങാം, പിന്നീട് ചോദ്യത്തിലേക്ക് എടുക്കാം. അശ്വിനി, ഇക്ബാൽ, ജാഫർ, ഉനൈസ്, സൈഫുദ്ദീൻ, അനീഷ്. ഓക്കെ, എല്ലാവരും പേര് പറഞ്ഞു തുടങ്ങാം. പേര് പറഞ്ഞോളൂ. പത്മിനി, ദീപ്തിൻ, നിഷ, ജീവൻ, സൈഫുദ്ദീൻ. ഓക്കെ, ഇവരൊക്കെ പേര് പറഞ്ഞു. നമ്മൾ മാവേലി വരവായി, ഓണം വരവായി എന്ന പ്രോഗ്രാമിൽ മാവേലിയും കൊണ്ട് വാമനയും കൊണ്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എന്തു പറയുന്നു മഹാരാജൻ? തീർച്ചയായും ചോദ്യങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായും. അപ്പോൾ നമ്മൾ കേരളത്തെ പറ്റിയുള്ള നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മുടെ പൈതൃകമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ് വന്നിരിക്കുന്നത്. ഭാരതത്തിൽ 2 ഇതിഹാസങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും 2 ഇതിഹാസങ്ങൾ? മഹാഭാരതവും രാമായണവും. ഓക്കെ, ഇവിടെ എന്താണ് പേര്? നിഷ. ഓക്കെ, നിഷ ചേച്ചി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമായണം, മഹാഭാരതം 2 ഇതിഹാസങ്ങളാണ്. 2 ഇതിഹാസങ്ങൾക്കായുള്ള സമ്മാനം കൈയടിച്ചതാ. ഗോൾഡ് കിങ് നൽകുന്ന ഒരു സമ്മാനമാണ് മാവേലി തമ്പുരാൻ നൽകുന്നത്. അപ്പോ ബൈബിൾ അറിയാലോ? ബൈബിൾ എഴുതപ്പെട്ടിട്ട് ഇപ്പോ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? അറിയില്ല. 2000 അല്ല, കറക്റ്റ് ആൻസർ കിട്ടണം നമുക്ക്. അറിയോ? അറിയില്ല അല്ലേ? 2015. ആ അതെ, 2015. എളുപ്പല്ലേ? എല്ലാരും ക്ലാപ്പ് കൊടുക്ക്. ഓക്കെ, എന്താ ചേട്ടന്റെ പേരെന്താ? അപ്പൊ ഇക്ബാൽ ചേട്ടന് ഇതാ ഗിഫ്റ്റ് അടിച്ചു കേട്ടോ. മാവേലി കൊടുത്തോളൂ. നമസ്കാരം, നമ്മൾ ഓണം വരവായി എന്ന പ്രോഗ്രാമായി വന്നിരിക്കുകയാണ്. ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പേര് പറഞ്ഞോളൂ. ശ്വേത. രഞ്ജിത്ത്. ഓക്കെ, ശ്വേത മാം, എന്താണ് കുട്ടിയുടെ പേര്? സ്വര. ഓക്കെ, ഈ ബേബി ക്യാമ്പില് വരാറുണ്ടോ? വരാറുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സെലക്ഷൻ ഒക്കെ? ചെറിയ കുട്ടികൾക്കൊക്കെ സെലക്ഷൻ ചെയ്യാൻ വേണ്ടി ഉള്ള സ്ഥാപനമാണ് ബേബി ക്യാമ്പ്. അതുകാലം നമുക്ക് ഒരു ചെറിയ ചോദ്യം ഇവരോടും ചോദിച്ചേക്കാം. നേരത്തെ അവിടെ 2 ഇതിഹാസങ്ങളെ കുറിച്ച് ചോദിച്ചു. അതിലൊന്നാണ് രാമായണം. രാമായണത്തിന്റെ കർത്താവ് ആരാണെന്ന് എഴുതിയത്? വാൽമീകി. ഓക്കെ, തീർച്ചയായും പറഞ്ഞിരിക്കുകയാണ് വാൽമീകി. വാൽമീകത്തിൽ നിന്ന് വന്ന വാൽമീകി, മണൽപുട്ടിന്റെ ഇടയിൽ നിന്ന് വന്ന വാൽമീകി സമ്മാനമായിട്ട് ഇരിക്കുകയാണ് ഗോൾഡ് കിങ് നൽകുന്ന ഒരു പ്രത്യേക സമ്മാനം നമ്മുടെ മാവേലി തമ്പുരാൻ തരുന്നതാണ്. സപ്തഭാഷാ ഭൂമിയുടെ കാസർഗോഡിന്റെ മുഴുവൻ മലയാളികൾക്കും ബേബി ക്യാമ്പിന്റെ പേരിൽ ഓണാശംസകൾ.